നമസ്കാരം. ക്ഷീരധാരയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ധാര ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ക്ഷീരധാരയും ചെയ്യുന്നത്. ഇതിനായിട്ട് ആയുർവേദ ഔഷധങ്ങളിട്ട് പ്രോസസ്സ് ചെയ്തെടുത്ത പാലിനെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്നു. ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് അപ്പോൾ തന്നെ കറന്നെടുത്ത പാല് ചെറു ചൂടോടുകൂടി ഇതിനായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് അത്ര പോസിബിൾ അല്ല. അതുകൊണ്ട് നോർമലായിട്ടുള്ള പാലിൽ തന്നെ യുക്തമായ ആയുർവേദ ഔഷധ ദ്രവ്യങ്ങൾ ചേർത്ത് അതിൽ അത്ര തന്നെ വെള്ളവും ചേർത്ത് പാലളവാക്കി വറ്റിച്ചെടുത്താണ് നമ്മൾ ഈ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് കൊട്ടം, ഇരുവേലി, രാമച്ചം, ചന്ദനം, കുറുന്തോട്ടി പോലുള്ള ഔഷധങ്ങളും പിന്നെ രോഗിയുടെ അവസ്ഥയ്ക്കനുസരിച്ച് ഗോരോചനം, കർപ്പൂരം, മർമ്മഗുളിക പോലുള്ള ദ്രവ്യങ്ങളും ചേർത്ത് പ്രോസസ്സ് ചെയ്ത് ഈ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ക്ഷീരധാരയുടെ ബെനിഫിറ്റ്സ് പറയുമ്പോൾ ചില ആൾക്കാർക്ക് വരുന്ന അനാവശ്യമായി വരുന്ന ആൻസൈറ്റി, സ്ട്രെസ്സ്, ടെൻഷൻ, അതുപോലെ തന്നെ ഫോക്കസ്, കോൺസെൻട്രേഷൻ കൃത്യമായി കിട്ടാത്ത കണ്ടീഷൻസ്, അതുപോലെ ഒരുപാട് കാലമായി നിലനിൽക്കുന്ന മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾ, അതുപോലെ ചില പേഷ്യൻസ് പറയുന്നത് വെറുതെ ഇരുന്നാൽ തന്നെ അവർക്ക് ഹെഡ് റീജിയനും ബോഡിയൊക്കെ ഇങ്ങനെ അമിതമായി വിയർത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഈ പറയുന്ന കണ്ടീഷൻസിനെല്ലാം ക്ഷീരധാര നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് അനുഭവത്തിൽ വന്നിട്ടുള്ളത്.